അന്യജീവിതത്തിനുതകാൻ പ്രാപ്തമാകുമ്പോഴാണ് അറിവ് അറിവായി തീരുന്നതെന്ന് കാലടി സംസ്കൃത സർവകലാശാല പ്രൊഫസറും പ്രഭാഷകനുമായ സുനിൽ പി ഇളയിടം. അല്ലാത്ത അറിവ് ഭാരമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അന്യജീവൻ ഉതകാൻ നിങ്ങളെ പ്രാപ്തമാക്കുന്ന ഒന്നാകുമ്പോഴേ അത് വധുവായി തീരും. അല്ലാത്തപ്പോ അറിവ് ഒരു ഭാരമായി തീരും. അങ്ങനെ പാണ്ഡിത്യത്തിന്റെ ഭാരത്തിൽ നിന്ന് സാമൂഹികതയുടെ ഒരു വിശാല ഭൂപടത്തിലേക്ക് കടന്നു നിൽക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന അറിവാണ് യഥാർത്ഥത്തിൽ അർത്ഥപൂർണമായ അറിവ്. ആ അറിവ് ആർജിക്കാനുള്ള ഒരു പ്രേരണയായി ഈ പുസ്തകത്തെയും ഈ സന്ദർഭത്തെയും നിങ്ങൾ ഉപയോഗിക്കണം. കാലടി സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ധർമ്മല ചാടാട്ട് രചിച്ച പണ്ഡിറ്റ് കെ.പി. കറുപ്പനും കേരള നവോത്ഥാനവും എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ഗുരുവായൂർ LF കോളേജിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. LF കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ജെ ബിൻസി പുസ്തകം ഏറ്റുവാങ്ങി. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ M. സത്യൻ അധ്യക്ഷനായി. TK അമ്പിളി പുസ്തകം പരിചയപ്പെടുത്തി. മുരളി ആടാട്ട്, ഡോക്ടർ CF ജോൺ ജോഫി, ഗ്രന്ഥകാരൻ ഡോക്ടർ ധർമ്മല ചാടാട്ട്, ഡീൻ ഓഫ് സ്റ്റുഡന്റ് അഫയേഴ്സ് ഡോക്ടർ PG ജസ്റ്റിൻ, KR ദീപ്തി എന്നിവർ പങ്കെടുത്തു. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പുസ്തകത്തിന്റെ പ്രസാധകർ. 80 രൂപയാണ് വില. കേരള നവോത്ഥാനവും പണ്ഡിറ്റ് കെ.പി. കറുപ്പനും വിഷയത്തിൽ പ്രഭാഷകനും എഴുത്തുകാരനുമായ TS ശ്യാംകുമാറും നാട്ടുരാജ്യങ്ങളിലെ നവോത്ഥാനം വിഷയത്തിൽ കണ്ണൂർ സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ മാളവിക ബിന്നിയും വിഷയാവതരണം നടത്തി. ഡോക്ടർ M. റോയ് മാത്യു, അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ AP അന്നം സിനി എന്നിവർ മോഡറേറ്ററായി. കവയത്രി ജ്യോതിബായ് പരിയാടത്ത്, PK സുമിത എന്നിവർ പങ്കെടുത്തു.